പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ജനകനെ കുറിച്ചാണ്. ഹനുമാൻ ജനകോ വ്യാസോ വസിഷ്ഠശ്ച ബലി. ഹനുമാൻ ജനകൻ. സൂര്യവംശത്തിന്റെ മറ്റൊരു പേരാണ് ഇക്ഷ്വാകു വംശം. ഇക്ഷ്വാകു വംശത്തിൽ നിമി എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹമാണ് വിദേഹ വംശം സ്ഥാപിച്ചത്. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയെ അദ്ദേഹം യജ്ഞത്തിനു വേണ്ടി സമീപിച്ചുവെങ്കിലും മഹർഷി താമസിയാതെ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അതേസമയം നിമി രാജാവ് ഗൗതമ മഹർഷിയെ വെച്ചുകൊണ്ട് യജ്ഞം നടത്തി. ആ യജ്ഞശാലയിലേക്ക് വന്ന വസിഷ്ഠൻ കാണുന്നത് തന്നെ ക്ഷണിക്കുകയും ഗൗതമനെ വെച്ചുകൊണ്ട് യജ്ഞം നടത്തുകയും ചെയ്യുന്ന നിമിയെയാണ്. അപ്പോൾ തന്നെ മഹർഷി ശപിച്ചു, നീ ദേഹമില്ലാത്തവനായി തീരട്ടെ എന്ന് ശപിച്ചു. നിമിയുടെ ശരീരം കടഞ്ഞ് മിഥി എന്ന പുത്രൻ ഉണ്ടായി. അത് ഋഷിമാരാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ മിഥിയാണ് മിഥിലാ നഗരം സ്ഥാപിച്ചത്. അപ്പോൾ മുതൽ ആ വംശത്തിൽപ്പെട്ടവർ വിദേഹൻ, ദേഹമില്ലാത്തവൻ, മൈഥിലൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മിഥിയുടെ പുത്രൻ ജനകൻ പരമവിദ്വാനും പരമവീരനുമായിരുന്നു. അതിനുശേഷം ആ രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം ജനകൻ എന്ന പദവി സ്വീകരിച്ചു. അവരെല്ലാവരും ജ്ഞാനയോഗികളും കർമ്മയോഗികളുമായതിനാൽ രാജർഷിമാർ എന്നുകൂടി അറിയപ്പെട്ടു. ആ ജനക മഹാരാജാവിൻ്റെ മകളാണ് സീത. ഉഴവുചാലിൽ നിന്നും കിട്ടിയവൾ. അതുകൊണ്ടാണ് അവൾക്ക് സീത എന്ന പേര് വന്നത്. അപ്പോൾ സീതയുടെ സഹോദരിമാരായിരുന്നു ശ്രുതകീർത്തിയും ഊർമിളയും മാണ്ഡവിയും. ഇതൊരച്ഛൻ്റെ മക്കളല്ല. അതായത് ജനകന്റെ പേര് സീരധ്വജൻ എന്നാണ്. ആ സീരധ്വജന്റെ സഹോദരൻ കുശധ്വജന്റെ മക്കളാണ് ഈ 3 പേരും. രാമൻ സീതയെ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ 3 അനുജന്മാർ, രാമന്റെ 3 അനുജന്മാർ ഈ ജനകന്റെ സഹോദര പുത്രിമാരെ, ഈ 3 പേരെ കല്യാണം കഴിച്ചു. ആ ജനക മഹാരാജാവ് അറിയപ്പെടുന്നത് കീർത്തിക്കും സത്യസന്ധതയ്ക്കുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഒരു പശു പുല്ല് തിന്നുമ്പോൾ ആ പശുവിനെ പുല്ല് തിന്നുന്നതിൽ നിന്നും രാജാവ് തടഞ്ഞു. അങ്ങനെ ഒരു നിമിഷം രാജാവിന് നരകവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. ആ നരകത്തിലെത്തിയപ്പോഴാണ് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന കൊടിയ ആ പീഡനം, ദുഃഖം അദ്ദേഹം കാണുകയും ഇവരെയെല്ലാം മോചിപ്പിക്കണമെന്നും യമദേവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെല്ലാം ദുഷ്ടകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഈ നരകത്തിൽ നിന്ന് ഈ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വന്നത് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അങ്ങ് ചെയ്ത ഏതെങ്കിലും മഹത്തായ ഒരു സൽക്കർമ്മം ഇവർക്ക് വേണ്ടി കൊടുത്താൽ തീർച്ചയായിട്ടും ഇവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നതാണ്. അപ്പോൾ ജപത്തിലൂടെ, അതായത് രാമനാമ ജപത്തിലൂടെയുള്ള ആ പുണ്യം ജനക മഹാരാജാവ് ആർക്ക് നൽകുകയും ഈ നരകവാസികൾക്ക് നൽകുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും, മകളുടെ ഭർത്താവിനെയാണോ ജപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. മകളുടെ ഭർത്താവ് എന്നതല്ല അവിടുത്തെ തലം. മനസ്സിലാക്കേണ്ടത് രാമൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ അവതാരത്തെയാണ് മഹാരാജാവ് ജപിക്കുന്നത്. ശരീരരൂപത്തിൽ അയോധ്യയിലെ രാജകുമാരനായി ജനിക്കപ്പെട്ടു. പക്ഷേ കർമ്മം കൊണ്ട് രാമനെന്നും ലോകം മുഴുവൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുക. ദക്ഷപ്രജാപതിയുടെ മകളെയാണ് ഭഗവാൻ പരമേശ്വരൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ദക്ഷപ്രജാപതി പരമേശ്വരനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് പരമേശ്വരന് സതിയുടെ ആ ആത്മാഹുതിക്ക് ശേഷം ദക്ഷപ്രജാപതിയെ തന്നെ കൊല്ലേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സാത്വികനും സത്യസന്ധനുമായ രാജാവെന്ന് അറിയപ്പെട്ട ഒരാളായിരുന്നു ജനക മഹാരാജാവ്. ആ ജനക മഹാരാജാവിനെ നാം വന്ദിക്കുന്നു എന്ന് ഏകാത്മതാ സ്തോത്രത്തിൽ നാം പഠിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.